കടയുടെ പേര് സഫ അലുമിനിയം ഫാബ്രിക്കേഷൻ എന്നാണ്. CIHSS ആയക്കാട് സ്കൂളിൻ്റെ നേരെ മുൻപിലാണ് നമ്മുടെ ഷോപ്പ് ഉള്ളത്. വടക്കുംചേരി ആയക്കാട്. ഇന്റീരിയൽ അലുമിനിയം വർക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ വീടിൻ്റെ വർക്കാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് വരുന്നത് TV യൂണിറ്റ് വരും. ഫ്രണ്ടിൽ കയറി കഴിഞ്ഞാൽ TV യൂണിറ്റ്, ഷോക്കേസ് പറഞ്ഞാൽ ഓപ്പൺ ഷോക്കേസ് വരും. ബെഡ്റൂം കബോർഡുകൾ വരും, കിച്ചൺ കബോർഡ്, കിച്ചൻ്റെ ബോക്സുകൾ, അങ്ങനെ പിന്നെ ഈ പാർട്ടീഷൻ വർക്കുകൾ വരും, അങ്ങനെയുള്ള വർക്കുകൾ വരും. അലുമിനിയം കബോർഡ് വർക്കുകൾ എന്നുള്ളത് നമുക്ക് 2-3 ടൈപ്പിൽ ചെയ്യാം. അപ്പോൾ മെയിനായിട്ട് വരുന്നത് ജാസ്പാർ, ഒന്നേകാല് അങ്ങനെയുള്ള സെക്ഷനാണ് ഈ കിച്ചൺ കബോർഡുകളിൽ വരുന്നത്. പിന്നെ ബോക്സുകൾ വർക്കുകൾ പറഞ്ഞാൽ ഓരോ രീതിയിൽ ചെയ്യാം. അതിന് ഡിസൈൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ കസ്റ്റമറെ കണ്ടിട്ട് നമ്മൾ ആദ്യം എങ്ങനെയാണ് അവർ ബഡ്ജറ്റ് നോക്കും, അവർ ഏത് രീതിയിലാണ് പറയുന്നത്, അതിനനുസരിച്ച് നമ്മൾ ലോ റേറ്റ് ആണെങ്കിൽ ലോ, അല്ലെങ്കിൽ നല്ല രീതിയിലാണെന്ന് പറഞ്ഞാൽ അതിനനുസരിച്ച് ചെയ്തു കൊടുക്കും. അപ്പോൾ കബോർഡ് വർക്കുകളിൽ തന്നെ ഒരുപാട് ഡിസൈൻ മാറ്റങ്ങളുണ്ടല്ലോ, ആ ഡിസൈൻ അനുസരിച്ച് വ്യത്യാസങ്ങൾ വരും. അപ്പോൾ നമുക്ക് ഫിക്സ്ഡ് ആയിട്ട് ഒരു റേറ്റ് അങ്ങനെ കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഫോട്ടോ കാണിച്ചവർക്ക് അവർക്ക് ഏത് രീതിയിലാണ് വരേണ്ടത്, ഏത് രീതിയിലാണ് ചെയ്യേണ്ടത്, സിമ്പിളായിട്ടുള്ളതാണെന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ടുള്ള രീതിയിൽ നമ്മൾ പരമാവധി അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ അലുമിനിയം ഫാബ്രിക്കേഷൻ എന്ന് പറഞ്ഞാൽ തന്നെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഒരു ഇതാണ്, വർക്കാണ്. അതുകൊണ്ട് നമ്മൾ ആൾക്കാർ കൂടുതലായിട്ടും സാധാരണക്കാരായ കൂടുതലും അലുമിനിയം ഫാബ്രിക്കേഷനാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ ഒരു സാഹചര്യം വന്നിട്ട് ഇപ്പോൾ ഒരു 6-7 മാസത്തിൽ ഈ മെറ്റീരിയലിൻ്റെ വില കൂടുതലനുസരിച്ച് ഈ മൾട്ടിവുഡും ഇതും തമ്മിൽ വലിയ വ്യത്യാസമില്ലാത്തൊരവസ്ഥയാണ്. അതുകൊണ്ടിപ്പോൾ നമ്മൾ കൂടുതൽ ആൾക്കാർ ഇതിലേക്ക് ചെയ്യുന്നുണ്ട്, ഇല്ലാന്നില്ല. അതാണ് അതിൻ്റെ കുറഞ്ഞ് ചെറിയ രീതിയിൽ കുറവൊക്കെ വന്നിട്ടുണ്ട്. ഈ മെറ്റീരിയൽ കൂടുന്നതിനനുസരിച്ച് ചെറിയ രീതിയിൽ കുറവ് വരും. പിന്നെ ഇപ്പം മഴയുടെ തുടക്കം വന്നു കഴിഞ്ഞാൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകും, ചെറിയ കുറവുകളൊക്കെ ഉണ്ടാകും. വർക്ക് ചെയ്യാൻ സ്ഥിരമായിട്ട് ഇവിടെ 3 പേരുണ്ട്. ഞങ്ങൾ തിരക്കുണ്ടെങ്കിൽ ഒരാളും കൂടെ വരും, 4 പേരുണ്ടാവും. സൈറ്റിൽ 2 പേര്, കടയിൽ 2 പേരുണ്ടാവും. ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത് നമ്മൾ സ്ഥിരമായിട്ട് നമുക്കൊരു 5-6 വെൽഡർമാരുണ്ട്. അവരുടെ ഇതിൽ നമുക്ക് വർക്കുകൾ വരാറുണ്ട്. ഒരു 3 കോൺട്രാക്ടർമാരുണ്ട് സ്ഥിരമായിട്ട് വർക്ക് തരുന്നത്, അവരുടെ ഇതിൽ വർക്ക് വരാറുണ്ട്. പിന്നെ നമ്മൾ ചെയ്തു കൊടുത്ത വർക്ക് കസ്റ്റമർ ഉണ്ട്, അവരുടെ ഇതിൽ നമുക്ക് വർക്ക് വരാറുണ്ട്. പിന്നെ പരിചയത്തിന് മുഖേനയാണ് ഇത് കൂടുതൽ വർക്ക് വരാറ്. പക്ഷേ ഇതിൽ ഒരുപാട് ഇതിപ്പോൾ അലുമിനിയം എന്ന് പറഞ്ഞാൽ ചെതൽ പിടിക്കില്ല, വെള്ളം നനഞ്ഞാൽ കംപ്ലൈൻ്റ് ഇല്ല, അങ്ങനെയുള്ള ഷീറ്റുകളും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ വരുന്നത്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇതൊരു സ്ക്രാപ്പായിട്ട് മാറുന്നു എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഞങ്ങളിപ്പോൾ അവിടെ തന്നെ വർക്ക് ചെയ്തിട്ട് കൊടുത്തിട്ട് തന്നെ ഒരുപാട് വർഷമായി. കട തുടങ്ങിയിട്ട് 7 വർഷമായി. അതിന് മുമ്പ് ഒരു 3 വർഷം മുമ്പ് വർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 10 വർഷങ്ങൾക്ക് മുമ്പ് വർക്ക് ചെയ്ത് കൊടുത്തതും ഇപ്പോഴും ഒരു കംപ്ലൈൻറ്റ് ഇല്ലാതെ അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. ഇതിൽ നമുക്ക് ഷീറ്റുകൾ കമ്പനി തരുന്ന വാറണ്ടി നമുക്ക് ഒരു 10 വർഷം വാറണ്ടി തരുന്നുണ്ട്. പക്ഷെ അത് 10 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ കംപ്ലൈൻറ്റ് ആവുന്നില്ല. പഴയ രീതിയിലാണെങ്കിൽ ഹൈലം ഷീറ്റൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഈർപ്പം തട്ടിക്കഴിഞ്ഞാൽ കംപ്ലൈൻ്റ് ആയിട്ട് വരുന്ന ഇതൊക്കെ ഉണ്ട്. പക്ഷേ ഇപ്പോൾ വരുന്നത് PVC ലാമിനേഷൻ ഷീറ്റാണ്. അത് യാതൊരുവിധ കംപ്ലൈൻറ്റും ഇല്ല. നമുക്ക് കടക്കാർ തന്നെ, കമ്പനി തന്നെ ഒരു 10 വർഷത്തെ വാറണ്ടി തരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് നമുക്കത് ഇട്ടിട്ട് ഉപയോഗിക്കാം. അത് ഓരോ വർക്കേഴ്സ് ഓരോ രീതിയിലാണ് ചെയ്യാറ്. ഞാൻ വന്നിട്ട് അത് സെപ്പറേറ്റ് ആണ് ചെയ്യാറ്. നമ്മൾ ഫ്രണ്ട് ഒരു രീതിയിലെടുത്തിട്ട് അത് എത്ര ആക്സസറീസ് വരുന്നുണ്ട്, ബാസ്ക്കറ്റ് എത്ര വരുന്നുണ്ട്, അതൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ റേറ്റ് പറയാറ്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഏരിയയിലെ റേറ്റ്, പുറത്തൊരു റേറ്റ്, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇപ്പോൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് നമ്മൾ ഷാമ്പയിൻ ഗോൾഡ് എന്ന് പറഞ്ഞ കളറാണ്. അപ്പോൾ ഏത് സെക്ഷൻ ഇട്ടാലും ഇപ്പോൾ എല്ലാവരും കൂടുതലായിട്ട് ഈ ഷാമ്പയിൻ ഗോൾഡ് എന്ന് പറഞ്ഞ കളറാണ് ഉപയോഗിക്കുന്നത്. അതാണ് ഈ കളറ്. ഇതാണ് ഷാമ്പയിൻ ഗോൾഡ്. ഇത് നിങ്ങൾക്ക് അറിയാലോ. അപ്പോൾ ഈ കളറാണ് നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. ഇതെന്ന് പറഞ്ഞാൽ ഈ ഇലക്ട്രോപ്ലൈറ്റിംഗ് ആയതുകൊണ്ട് നമുക്ക് പൗഡർ കോട്ടിങ്ങിനെ പോലെ ഇളകിപ്പോകുന്ന ഇത് വരുന്നില്ല, കളർ ഇളകി പോകുന്ന ഒരു ഇത് വരുന്നില്ല. അപ്പോൾ ഇതാണ് കുറച്ചും കൂടെ നല്ലതെന്ന് ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ളൂ. അപ്പോൾ ഞങ്ങൾ കൂടുതലായിട്ട് ഇതായിരിക്കുന്നു. പിന്നെ വാൾനട്ടിൻ്റെ വുഡൻ ഷെയ്ഡ് അറിയാലോ, അത് ഉപയോഗിക്കാറുണ്ട്. പിന്നെ പൗഡർ കോട്ടിംഗ് മെറ്റീരിയൽ ഇപ്പോൾ ഉപയോഗിക്കുന്നത് കുറവാണ്, കൂടുതൽ ഇലക്ട്രോപ്ലൈറ്റിംഗ് ആണ് ഉപയോഗിക്കുന്നത്. ആഗ്രഹമുണ്ട്. ഇപ്പോൾ ഞാൻ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ പോകുന്നുണ്ട്. ഇവിടെ നിന്ന് ഇനി താഴോട്ട് പോകരുതെന്നൊരു ആഗ്രഹമുണ്ട്. ഫാമിലിയിൽ വീട്ടിലെ അമ്മയുണ്ട്, അനിയനുണ്ട്, ഭാര്യയുണ്ട്, 4 പേരുള്ളത്. ഇത് ഷോപ്പ് വരുന്നത് കടയുടെ പേര് സഫ അലുമിനിയം ഫാബ്രിക്കേഷൻ എന്നാണ്. CIHSS ആയക്കാട് സ്കൂളിൻ്റെ നേരെ മുൻപിലാണ് നമ്മുടെ ഷോപ്പ് ഉള്ളത്. വടക്കുംചേരി ആയക്കാട്.